CUET UG റിസൾട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താ പരിപാടി? ഇനി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും കോൾ വരില്ല കേട്ടോ, നിങ്ങൾക്ക് ഇന്ന കോഴ്സിന് അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞിട്ട്. ഓരോ യൂണിവേഴ്സിറ്റിയുടെയും അല്ലെങ്കിൽ കോളേജിന്റെയും സൈറ്റിൽ കയറി അഡ്മിഷൻ പോർട്ടലിലൂടെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ CUET UG സ്കോർ, മറ്റുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണം. ഹൈദരാബാദ്, ഡൽഹി യൂണിവേഴ്സിറ്റി ഒക്കെ അവരുടെ ലിങ്ക് ഓപ്പൺ ആക്കാൻ നിൽക്കുന്നേ ഉള്ളൂ. ഇനി നിങ്ങൾ ആ സ്കോർ കാർഡ് നോക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. പെർസെന്റൈലും ഉണ്ട്, നോർമലൈസ്ഡ് സ്കോറും ഉണ്ട്. പെർസെന്റൈൽ എന്ന് പറയുന്നത് പെർസെന്റേജ് അല്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റാങ്ക് എന്ന് പറയാൻ പറ്റും. അതായത് 100% കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഫസ്റ്റ് റാങ്ക് ആണ്. 100% കിട്ടിയ ഒരാളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ റാങ്ക് വരെ 99.99999 ആണ്. അപ്പൊ ആ രീതിയിലാണ് അതിന്റെ ഒരു റാങ്കിങ് സിസ്റ്റം വരുന്നത്. അപ്പൊ 90% കിട്ടിയെന്ന് വെച്ചാൽ ഒരിക്കലും 90% ആയിട്ട് കണക്കാക്കരുത്. അത് അത്രയും താഴ്ന്ന റാങ്ക് ആണെന്ന് തന്നെ മനസ്സിലാക്കണം. അപ്പൊ അത് ഏകദേശം നമുക്ക് ധാരണ കിട്ടാൻ അത് സഹായിക്കും. നോർമലൈസ്ഡ് സ്കോർ ആണ് നിങ്ങളുടെ കട്ട് ഓഫിനൊക്കെ പരിഗണിക്കാം. അപ്പോൾ ഓരോ വിഷയത്തിലും 250 മാർക്കാണ്. 250 മാർക്കിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്കാണ് നോർമലൈസ്ഡ് സ്കോർ. കഴിഞ്ഞ വർഷത്തൊക്കെ യൂണിവേഴ്സിറ്റികളുടെ കട്ട് ഓഫ് മാർക്ക് അത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാവുന്നതൊക്കെയാണ്. ഇപ്പോൾ മിറാണ്ട ഹൗസ് പോലുള്ള നമ്പർ 1 കോളേജുകളിലൊക്കെ പഠിക്കണമെങ്കിൽ അത്രയും നല്ല പെർസെന്റേജ് ഉണ്ടായിരിക്കണം എന്ന് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. പ്രധാനപ്പെട്ട കാര്യം, CUET UG വഴി അഡ്മിഷൻ എടുക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്, കോളേജാണെന്ന് വിചാരിച്ചിട്ട് എല്ലായിടത്തും കയറി അഡ്മിഷൻ അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ 100ഓളം കോളേജുകളുണ്ട്. പക്ഷേ അതിൽ ബെസ്റ്റ് എന്ന് പറയാവുന്നത്, കേരളത്തിനേക്കാളും മികച്ചതെന്ന് പറയാവുന്നത് ഒരു 15 കോളേജുകളേ ഉള്ളൂ. മനസ്സിലാക്കാൻ ഏറ്റവും നല്ല മാർഗം NIRF റാങ്കിംഗ് ഉണ്ട്. വെബ്സൈറ്റ് ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കാം.